ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് ഇവിടെ മണികർണിക എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ട് ഹോം സ്റ്റേ എന്നൊക്കെ പറയാം അവിടെ കേട്ടോ. നമുക്കിന്ന് നമ്മുടെ അക്കാദമീൻ്റെ ഇതിൽ എന്താ പറയുക തൂമേൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു 10-10:30 നമ്മൾ അവിടെ എത്തി കുട്ടികൾക്കൊക്കെ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളും കൊടുത്ത് അവരൊന്ന് ചില്ലാക്കി ഫസ്റ്റ് തന്നെ. അതിനുശേഷം നമ്മുടെ സാറുമാർ എന്ത് ചെയ്തു, അന്നത്തെ ആ ഒരു ഡേ അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പിൻ്റെ എന്തൊക്കെ സെഷൻസിൻ്റെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും ഒക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ നല്ല എനർജി ആക്കാനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആർക്കിടെക്ചർ മാനസി മാമിൻ്റെ കൂടെയുള്ളൊരു സെഷൻ ഉണ്ടായിരുന്നു. അതേപോലെ നിർമ്മാണ ഫൈസൽ സാർ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ രണ്ടുപേരും സെഷൻ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് ആക്ടിവിറ്റി ആയിരുന്നു, വർക്ക്ഷോപ്സ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ മണ്ണിലൊക്കെ ഇറങ്ങി നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ പാടുന്ന ചെളിയൊക്കെ കളിച്ച പോലെ ഇന്നത്തെ ജനറേഷൻ കളിക്കൽ കുറവാണ്. അപ്പോൾ നമുക്കൊരു മണ്ണിനോടൊക്കെ ഒന്ന് ബന്ധിപ്പിച്ചിട്ട് അതിന് ശേഷം അവർക്ക് പല വർക്ക്ഷോപ്പുകളും കാര്യങ്ങളും കൊടുത്തു. ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ തന്നെ വേണം സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കാൻ. അതുകൊണ്ട് കുട്ടികളൊക്കെ വർക്ക്ഷോപ്പിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും എല്ലാവരും ഭയങ്കര എനർജി ആയിരുന്നു. ഞാനും ഇടയ്ക്കൊക്കെ അതിലൊക്കെ പോയി നോക്കുന്നുണ്ടായിരുന്നു കുട്ടികളുടെ കൂടെ. പിന്നെ അവർ തന്നെ ചവിട്ടിക്കുഴച്ചുണ്ടാക്കിയ ക്ലേയിൽ അവർ തന്നെ എന്ത് ചെയ്തു, ഒരു വാളൊക്കെ ബിൽഡ് ചെയ്തുണ്ടാക്കി. അങ്ങനെ വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞ് ഏകദേശം ഉച്ചയോടെ എടുത്തപ്പോൾ ഞങ്ങൾക്ക് നല്ല ഹൈദരാബാദി ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ചില്ലായി അടിപൊളിയായി. പിന്നെ നമുക്ക് വന്നിരുന്നത് നമ്മുടെ മനോജ് സാറിൻ്റെ സെഷനായിരുന്നു. സാറിൻ്റെ സെഷൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര അടിപൊളിയായി. കുട്ടികൾ ഒന്നുകൂടെ എനർജിയായി. കാരണം ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ സാറ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാറ്റർഡേ മോർണിംഗ് 10 മണി തൊട്ടിട്ട് അതേപോലെ സൺഡേ മോർണിംഗ് 10 മണി വരെയായിരുന്നു നമ്മുടെ ഒരു സെഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എന്താ പറയുക ആർട്ടിസ്റ്റ് പ്രേമൻ സാറിൻ്റെയും അതേപോലെ തന്നെ ഞങ്ങളുടെ അജയ് സാറിൻ്റെ ഒരു സെഷനായിരുന്നു. പാട്ടും പറച്ചിലും കളിച്ചിരികളും അതേപോലെ ഒരുപാട് എന്താ പറയുക ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് സാറ് ഭയങ്കര അടിപൊളിയായിരുന്നു. കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെഷൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു സെഷനിൽ നമ്മുടെ കുട്ടികളുടെ ആ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയറേ മാറി കേട്ടോ. അടിപൊളിയായിട്ട് ഒരു ഭയങ്കര ചില്ലായിരുന്നു. അങ്ങനെ ഈവനിങ് വരെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ആ ഒരു ഡേ ഭയങ്കര കളർഫുള്ളാക്കി കേട്ടോ. ഇനി നൈറ്റ് വൈബാണ്, അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.